അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളേവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാനുള്ള അവസരമാണല്ലോ. ഭാഗികമായ അനുസരണക്കേട് തന്നെയാണ്. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് ഒള്ളി. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 15 വാക്യം. ആമേൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 15. ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അനുസരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആരും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമുക്കറിയാവുന്നൊരു വസ്തുതയാണല്ലോ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റുകളൊക്കെ അതൊക്കെ വെച്ചിരിക്കുന്നത്, സമൂഹത്തിൽ ഇത് വെച്ചിരിക്കുന്നത് നമ്മെ കുഴപ്പത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട്. സ്തോത്രം. പക്ഷെ സമൂഹത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നാം അവഗണിക്കുകയാണെങ്കിൽ ആമേൻ, നാം കുഴപ്പത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജയിലിൽ കുറേ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിയാനുള്ള നല്ല അവസരവും നമുക്ക് ലഭിച്ചൊന്നും വരാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണല്ലോ, എത്രയോ ആളുകൾ ജയിലിൽ പോകുന്നു. സമൂഹത്തിലെ നിയമങ്ങളെയും അതുപോലെ ചട്ടങ്ങളെയും ചില കാര്യങ്ങളൊക്കെ അവർ മാനിക്കാത്തത് കൊണ്ട്, എന്ന് വെച്ചാൽ അവർ അനുസരിക്കാത്തത് കൊണ്ട്. സ്തോത്രം. ആമേൻ. നമ്മളെ കുഴപ്പത്തിൽ പോകാതിരിക്കാനായിട്ടാണ് നമുക്ക് പല നിയന്ത്രണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കർത്താവ് പറയുന്നത്. മാതാപിതാക്കൾ, അധ്യാപകർ, പോലീസുകാർ, അധികാര ശ്രേണിയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ എന്നിവരെയൊക്കെ നാം അനുസരിക്കണമെന്നല്ലേ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അത് കുറയ്ക്കുമെന്ന് ചില ആളുകൾ ഒരുപക്ഷെ ധരിച്ചേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമൂഹത്തിലെ നിയമങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും ഒക്കെ നമുക്കുണ്ട്. അതിനോട് നമ്മൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്. അതിനോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിലൂടെ നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭാവിയിൽ നമുക്ക് ലഭിക്കാവുന്ന പ്രതിഫലത്തിനായിട്ട് നാം ആത്മസംയമനത്തോടെ പെരുമാറണം. ചെയ്യേണ്ടത് ചെയ്ത്, അനുസരിക്കേണ്ടത് അനുസരിച്ച്, ചെയ്യേണ്ട കടമകൾ ചെയ്ത്, പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പാലിച്ച് നാം മുമ്പോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലകളിലും നമുക്കറിയാം, നമ്മുടെ കർത്താവും സൃഷ്ടിതാവുമായ ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ വലിയ അനുസരണം ജീവിതത്തിൽ മറ്റൊന്നില്ലല്ലോ. ദൈവം നമുക്ക് അവൻ്റെ തിരുവെഴുത്തുകളോട് ചില നല്ല കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നു. നാം ഇതൊക്കെ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉന്നതമായ നിലവാരത്തിലെത്തുവാൻ, നമുക്ക് വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ദാനിയേലിലെ അനുഭവം, ശദ്രക്, മേശക്, അബേദ്നെഗോ, ജോസഫ്, അതുപോലെ അനേക ആളുകളെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 11 അധ്യായത്തിൻ്റെ 1 വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 11 വേഴ്സ് 1. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നമ്മൾ മുമ്പ് വായിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. കർത്താവ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു, പക്ഷേ എല്ലാവരോടുമായിട്ട് പറഞ്ഞ കാര്യമാണിത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന അവകാശപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആവർത്തന പുസ്തകം 11 നമ്മൾ വായിച്ചു, നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലാം എല്ലായ്പ്പോഴും പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ, എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയ മനുഷ്യൻ, തൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകളെ കാണാതെ കണ്ടുപിടിക്കുവാനായിട്ട് തൻ്റെ ബാല്യക്കാരനോടുകൂടി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ, ഏകദേശങ്ങളിൽ സഞ്ചരിച്ച് അവസാനം ഒരു ദൈവപുരുഷൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആ ദൈവമനുഷ്യൻ തന്നോടൊരു ആലോചന പറയുന്നു. ആ ആലോചനയെ മനസ്സാലെ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് സ്വീകരിച്ച് വളരെ താഴ്മയോടെ, വിനയത്തോടെ, അനുസരണത്തോടെ കടന്നു വന്ന ഒരു വ്യക്തി. അവസാനം ശ്രേഷ്ഠ പ്രവാചകനും ന്യായാധിപനുമായിരിക്കുന്ന ശമൂവേൽ കടന്നു വന്ന് തന്നെ അഭിഷേകം ചെയ്യുവാൻ ആളെ തെരഞ്ഞപ്പോൾ ആളെ കണ്ടില്ല നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്നെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രമാത്രം താഴ്മയും വിനയത്തോടെയും ഒതുക്കത്തോടെയും കൂടിയായിരുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ കാണുന്നത്? തനിക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ മതിമറന്ന് നിഗളിക്കുവാനും അഹങ്കരിക്കുവാനും തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു.
പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിട്ട് യഹോവയെ അഭിഷേകം ചെയ്ത ഏറ്റവും നല്ല ദൈവത്തിൻ്റെ സെലക്ഷൻ ആയിരുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ മുമ്പോട്ട് പോയ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 ശമൂവേൽ 15-ാം അധ്യായത്തിലാണ്. ഒന്നാമത്തെ പോയിന്റ് ഭാഗികമായ അനുസരണക്കേട് തന്നെയാണ്. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് ഇറ്റ് സെൽഫ്. സെക്കൻഡ്, അനുസരണക്കേട് ആഭിചാരവും വിഗ്രഹാരാധനയും പോലെയാണ്. ഡിസൊബീഡിയൻസ് ഈസ് ആസ് ബാഡ് ആസ് വിഷ്ക്രാഫ്റ്റ് ഓർ ഐഡോലേട്രി. മൂന്നാമത്തേത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് തന്നെയാണ്. ഒബീഡിയൻസ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ, അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് ചില ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അമാലേക്ക് ചെയ്തത്? ദൈവം പറയുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ചോരത്തെളിയും പെസഹയും ആചരിച്ച് ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് എന്ന് പറയുന്നതായ ശത്രു അവരോട് വളരെ ദ്രോഹം ചെയ്തു. ദൈവം പറയുന്നു, അത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഏത് ഘട്ടത്തിൽ എവിടെ വെച്ച് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതെല്ലാം കുറിച്ചു വെക്കുന്ന, അതെല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു ദൈവമാണ്. 56 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ കണ്ണീരിനെ ഞാൻ തുരുത്തിയിലാക്കി വെക്കുന്നു, നിന്റെ ഉഴച്ചകളെ ഞാൻ അറിയുന്നു, അവയെല്ലാം എൻ്റെ പുസ്തകത്തിലില്ലയോ. ഹല്ലേലൂയ. നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും, നമ്മുടെ സകല ചിന്താഗതികളെയും, നമ്മുടെ സകലമായ കാര്യങ്ങളെയും കുറിച്ചു വെക്കുന്ന, ശേഖരിച്ചു വെക്കുന്ന, റെക്കോർഡ് ചെയ്യുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ നമുക്ക് ജീവിപ്പാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിലൂടെ കടന്ന് ഫറവോനും സൈന്യവും മുഴുവനും നശിപ്പിച്ച് മിരിയാമും ഒക്കെ തപ്പെടുത്തുകൊണ്ട് പാട്ടുപാടി ആനന്ദിച്ച് സന്തോഷിച്ച് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 8-ാം വാക്യത്തിൽ, രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. അവിടെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, മോശയുടെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ കല്ലെടുത്ത് വെച്ചു, അവരതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഓരോരുത്തൻ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെ അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. എന്നിട്ട് 14 വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, യഹോവ മോശയോട് പറഞ്ഞു, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതണം, എന്നിട്ട് യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം അവിടെ പണിയുന്നു. അതിന് യഹോവ നിസ്സി, എൻ്റെ കൊടി എൻ്റെ പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഈ അമാലേക്കിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇത് പാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. പാപം നമ്മളെ കീഴടക്കാതിരിക്കുവാൻ, പാപം നമ്മളെ തോൽപ്പിക്കാതിരിക്കുവാൻ, പാപമംഗലമായ ഈ ലോകത്തിൽ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദാവീദിന് പോലും സങ്കടത്തോടെ പറയുവാൻ കഴിയുന്നൊരു കാര്യം, നാം ജീവിക്കുന്നത് പാപമംഗലമായ ശരീരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് മാത്രമേ വിടുവിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വിടുതൽ ഇനിയും ബാക്കിയാണ്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഉള്ളിൽ കാത്തുകൊണ്ട് ആത്മാവ് ഞരങ്ങുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ശരീരത്തിൽ നാം ഇരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ നാം ഇരിക്കുന്നിടത്തോളം കാലം നാം പാപത്തെ ജയിക്കേണ്ടതായിട്ടുണ്ട്. അമാലേക്ക് പാപത്തെയാണ്,
പാപ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമേത്? ഞാൻ ബുദ്ധിയുടെ പ്രമാണത്തോടും ആത്മാവിന്റെ പ്രമാണത്തോടുമൊക്കെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് പിടിവെക്കും? സ്തോത്രം. പിന്നെ താൻ അടുത്ത വാക്യത്തിൽ പറയുന്നു, റോമാലേഖന 7-ാം അധ്യായത്തിൽ, എങ്കിൽ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലൂടെ നമുക്കൊരു വിടുതലുണ്ട്. കർത്താവിന്റെ രക്തം നമ്മെ വിടുവെക്കുന്നു, കർത്താവിന്റെ നാമം നമ്മെ വിടുവെക്കുന്നു, കർത്താവിന്റെ വചനം നമ്മെ വിടുവെക്കുന്നു, കർത്താവിന്റെ ആത്മാവ് നമ്മെ വിടുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അപ്പൊ അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് പറയുമ്പോൾ ഈ യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല. പാപത്തോട് പോരാടുവാൻ, പാപത്തോട് പൊരുതുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. പ്രിയരേ, ഹല്ലേലൂയ. ഇത് അനുസരണത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. പിന്നീട് നാം അമാലേക്കിനെ കാണുന്നത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലാണ്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മിസ്രയീമിൽ വെച്ച് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരൊക്കെ സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. പാപം നമ്മളെ പിടികൂടുന്നത് എപ്പോഴും നാം ബലഹീനരായിരിക്കുമ്പോഴാണ്, നാം തളർന്നിരിക്കുമ്പോഴാണ്, നാം ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോഴാണ് നമ്മെ പാപം വന്ന് പിടികൂടുന്നത്, പിശാച് വന്ന് പിടികൂടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെ നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് മറന്നുപോകരുത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ഇത് ഓർമ്മയ്ക്കായി നീ എഴുതി വെക്കണം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഇത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മൾ ഇതിൽ കാണുന്നതാണ് 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ച ചരിത്ര പശ്ചാത്തലം. അവിടെ ശൗലിനോട് ശമൂവേൽ പ്രവാചകനിൽ കൂടെ ദൈവം ആജ്ഞ കൊടുക്കുകയാണ്. 2-ാം വാക്യം നമ്മൾ വായിച്ചത്, സൈനികളെ ഇപ്രകാരം അല്ലിച്ചു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ കുറിച്ച് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ഐ ഹാവ് റെക്കോർഡഡ് ഇറ്റ് ഇൻ മൈ ബുക്ക്. 3-ാം വാക്യം 1 ശമൂവേൽ 15-ാം അധ്യായം, ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളക, അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളക. This is what God has ordered to the first king of his nation, that is King Saul. ആദ്യത്തെ രാജാവായ, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ യഹോവ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത രാജ്യത്തിന് നൽകിയ അഭിഷിക്തനായ ശൗലിനോട് ദൈവം പറഞ്ഞ വാക്കുകളാണ്. പക്ഷെ ശൗൽ എന്താ ചെയ്തെന്നാ നമ്മൾ കാണുന്നത്. 4-ാം വാക്യം, എന്നാലും ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി തൈരായ്മ അവർ എണ്ണി 10,000 പേർ, 2 ലക്ഷം കാലാളൊക്കെ. പിന്നെ ശൗൽ അമാലേക്കിന്റെ പ്രധാന തോട്ടിനെ പതിയാക്കി, എന്നിട്ട് താഴോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ വായിക്കുന്നില്ല. 7-ാം വാക്യം, പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രയീമിന് കിഴക്കുള്ള സൂർ വരെ അമാലേക്കിനെ സംഹരിച്ചു, ഒരുപാട് പേരെ കൊന്നു. അമാലേക്കയുടെ രാജാവായ ആഗാഗിനെ ജീവനോട് പിടിച്ച് ജനങ്ങളെയൊക്കെ വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. അനുസരണക്കേടിന്റെ 1-ാമത്തെ പടി. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനോടും കനിവ് തോന്നരുത്, സകലതും നിർമൂലമാക്കണമെന്ന് ദൈവം പറഞ്ഞു. അമാലേക്കിന്റെ ഓർമ്മ ഈ ദേശത്ത് നിന്ന് തലമുറയിൽ നിന്ന് എന്നേക്കുമായിട്ട് നീക്കിക്കളയണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അമാലേക്ക് രാജാവായ ആഗാഗിനെ ജീവനോട് പിടിച്ചു. 9-ാം വാക്യം, എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും മാത്രമല്ല ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ആമേൻ.
ചിലതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ, വേർതിരിച്ചു കളയുവാൻ, ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളി, ചില സ്വഭാവങ്ങൾ, ചില പ്രത്യേക സംസാരങ്ങൾ, ചില പ്രത്യേക ചിന്താഗതികൾ, ചില കൂടെ പറ്റുന്ന മുറുകെ പറ്റുന്ന ചില പാപ സ്വഭാവങ്ങൾ, ചില ഭാരങ്ങൾ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞ് നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലതൊക്കെ വിട്ടുകളയാൻ നമുക്ക് വലിയ മനസ്സില്ല, ചിലതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സില്ല. കുഴപ്പമില്ലെന്നേ, അതൊരു സൈഡിലെങ്കിൽ ഇരുന്നോട്ടെ, അവരോട് കൂടെ പോരട്ടെ. ആമേൻ. വിടേണ്ടതിനെ വിടണം കേട്ടോ. വിടേണ്ടതിനെ സമയമാകുമ്പോൾ വിട്ട് കളഞ്ഞേക്കണം. ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചില്ലേ? പക്ഷെ ഒരു സമയമായപ്പോൾ ലോത്തിനെ അബ്രഹാം വിട്ടുപിരിഞ്ഞു. അബ്രഹാം അല്ല വിട്ടതെങ്കിലും അവിടെ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തല ഉയർത്തി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നിന്റെ കണ്ണാൽ കാണുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. ദൈവം നിന്നോട് ഇടപെടണമെങ്കിൽ, ദൈവം നിന്നോട് സംസാരിക്കണമെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിൽ നിന്നോട് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ, പ്രിയ ദൈവവൈതലേ, നീ വിടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, നീ വിടേണ്ട ചില വസ്തുതകളുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിലും മനസ്സില്ലേലും അത് വിട്ടേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഒരു കോംപ്രമൈസിന് ദൈവം തയ്യാറല്ല കേട്ടോ. ഒരു പൊത്തുവരുത്ത ജീവിതത്തിന് ദൈവം ഒരിക്കലും സമ്മതമല്ല കേട്ടോ. സ്തോത്രം. ഈ ലോകത്തോട് അനുരൂപമാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകം നിന്റെ ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം അതിനുള്ള മോഹം ഒഴിഞ്ഞു പോകണം. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും ലോകത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. ലോകത്തെ നീ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ ശത്രുവാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബ് വിളിച്ചു പറയുന്നു, വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലൗദിക്കയിൽ സഭയ്ക്ക് പറ്റിയ കുഴപ്പമെന്നാ, ലോകവും സഭയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതായിപ്പോയി. ലോകം സഭയ്ക്കുള്ളിലേക്കാണോ വന്നത്, സഭ ലോകത്തിലേക്കാണോ പോയെന്ന് അറിയത്തില്ല. രണ്ടായാലും കർത്താവിനെ അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് വെളിയിൽ പോയി. സഭയ്ക്കുള്ളിലിരുന്ന കർത്താവ് സഭയുടെ ഉള്ളിൽ അതേ ഉലാവിക്കൊണ്ടിരുന്ന, സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവിന് വെളിയിൽ പോകേണ്ടതായിട്ട് വന്നു. വെളിയിൽ പോയിട്ട് 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കർത്താവിന് പോലും സഭയ്ക്കകത്ത് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ലോകവും സഭയും തമ്മിൽ മിങ്കിളി ചെയ്ത് വിശുദ്ധി നഷ്ടപ്പെട്ട്, വേർപാട് നഷ്ടപ്പെട്ട്, ക്രമീകരണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇന്നത്തെ സഭ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടതിനെ, എടുത്തു കളയേണ്ടതിനെ, സമയാസമയങ്ങളിൽ അവയെ നിർമൂലമാക്കേണ്ടതിനെ പൂർണ്ണമായിട്ട് നിർമൂലമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സദൃശവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിന്റെ കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലതിനെ നിർമൂലമാക്കുവാൻ, ചിലതിനെ ഓടിച്ചു കളയുവാൻ, ചിലതിനെ ഇല്ലാമയാക്കി കളയുവാൻ, എന്നേക്കുമായിട്ട് വിട്ടുകളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ ഹേമിക്കുമാറാകട്ടെ എന്നിന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ശൗൽ എന്താ ചെയ്തത്? ആഗാഗിന്റെ ജീവനോട് പിടിച്ചു എന്ന് മാത്രമല്ല, ആടുമാട് ധരിച്ചവകൾ എന്നിവയിൽ മേത്തരമായവ, കുഞ്ഞാടുകളെ, ഉത്തമമായവയൊക്കെയും ജീവനോട് നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. അതിന്റെ ബാക്കി ഭാഗം എന്താണെന്നറിയാമോ? ഹീനവും നിസ്സാരവുമായതിനെ ഒക്കെയും നിർമൂലമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ കൽപ്പന എന്താ? സകലതും നിർമൂലമാക്കുവാൻ ദൈവം പറഞ്ഞുവെങ്കിൽ ഹീനവും നിസ്സാരവുമായതിനെ നിർമൂലമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഭാഗികമായ അനുസരണം അനുസരണക്കേട് തന്നെയാണ്. പാർഷ്യൽ ഒബീഡിയൻസ് എന്ന് പറയുന്നത്
അതിന് ഒബീഡിയൻസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് കോൾഡ് ഡിസൊബീഡിയൻസ് ഒള്ളി. ദൈവ കൽപ്പന കുറച്ച് പാലിക്കാൻ, കുറച്ച് പാലിക്കാതെ അവിടെ ഇരുന്നോട്ടെ. 10 കാര്യം ദൈവം പറഞ്ഞാൽ ഞാൻ 9 കാര്യം ഞാൻ പാലിച്ചു കർത്താവേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പാർഷ്യൽ ഒബീഡിയൻസ്. നിങ്ങൾ ഭാഗികമായി അനുസരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ കുറച്ച് കൽപ്പനകളെ മാത്രം പാലിക്കുന്ന വ്യക്തിയാണോ? ദൈവം പറഞ്ഞതെല്ലാം പാലിക്കാതെ ചില കാര്യങ്ങളിൽ മാത്രം ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അനുസരണക്കേട് തന്നെയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ ഓർമ്മിപ്പിക്കുന്നു. നീ എവിടുന്ന് വന്നെന്നറിയാമോ? നീ ആരുമല്ലാതിരുന്ന സമയത്ത് നിന്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയ നീയും ബാല്യക്കാരനും കൂടി ലോകമെല്ലാം ദേശമെല്ലാം ചുറ്റി സഞ്ചരിക്കുന്ന മാത്രയിൽ ഞാൻ അവിടെ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ടുവന്ന് നിന്നെ ഞാൻ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാക്കി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നു. 10-ാം വാക്യം വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേൽ ഉണ്ടായി, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനായിരിക്കും മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. അപ്പോൾ കുറച്ചു പേരെ കൊന്നതോ? അപ്പോൾ രാജാവിനെ പിടിച്ചുകൊണ്ട് വന്നതോ? അതാണ് ഞാൻ പറഞ്ഞത്, ഭാഗികമായ അനുസരണക്കേട് തന്നെയാണ്. ദൈവം പറഞ്ഞത് അപ്പടി അനുസരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ, നിന്റെ ഏകജാതന മകനെ ഇസ്ഹാക്കിനെ തന്നെ, തെറ്റിപ്പോകാതിരിക്കാനാ. 2 മക്കളുണ്ട് അന്നേരം, ഇസ്മയേലുണ്ട്. നീ സ്നേഹിക്കുന്ന മകനെ, നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ തന്നെ പേരെടുത്ത് ദൈവം പറഞ്ഞു. അബ്രഹാം അങ്ങനെ തന്നെ ചെയ്തു. അതുപോലെ തന്നെ അബ്രഹാം ചെയ്തു. ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി അവൻ രാത്രി മുഴുവൻ യഹോവയോട് നിലവിളിച്ചു. നമ്മൾ 2ാമത്തെ പോയിന്റിലേക്ക് കടക്കുക. ഡിസൊബീഡിയൻസ് ഈസ് ആസ് ബാഡ് ആസ് വിഷ്ക്രാഫ്റ്റ് ആൻഡ് ഐഡലട്രി. അനുസരണക്കേട് ആഭിചാരവും വിഗ്രഹാരാധനയും പോലെയാണ്. ആഭിചാരം പാപമാണെന്ന് നമുക്കറിയാം, വിഗ്രഹാരാധനയും പാപമാണെന്ന് നമുക്കറിയാം. അപ്പം അനുസരണക്കേട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ചേക്കും. അപ്പോൾ നമ്മൾ കണ്ടത്, ആഭിചാരം ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെ ദൈവം കാണുന്നുവോ, വിഗ്രഹാരാധന നടത്തുന്ന വ്യക്തിയെ ദൈവം എങ്ങനെ കാണുന്നുവോ, അതേ നിലവാരത്തിലാണ് അനുസരണക്കേട് കാണിക്കുന്ന വ്യക്തിയെയും ദൈവം കാണുന്നത്. സ്തോത്രം. ആമേൻ. ശൗല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് താനെല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് താൻ വലിയ ഘോഷയാത്ര നടത്തിക്കൊണ്ട് കടന്നു വരിക. 12-ാം വാക്യത്തില്, ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിലെത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിഞ്ഞ് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. ആമേൻ. എത്ര വലിയ കോൺഫിഡൻസാ, ഓവർ കോൺഫിഡൻസ് അല്ലേ? ദൈവം പറഞ്ഞതെല്ലാം താൻ നിവർത്തിച്ചു. വലിയ സന്തോഷത്തോടെയാണ് ശൗലായിരിക്കുന്നത്. തനിക്ക് വേണ്ടി ഒരു ജ്ഞാപക സ്തംഭമൊക്കെ നാട്ടി വലിയൊരു പരേഡൊക്കെ നടത്തി ഘോഷയാത്ര നടത്തി കടന്നു വരികയാണ്. 13-ാം വാക്യത്തിൽ, പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇങ്ങോട്ട് വല്ലതും പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി അങ്ങ് പറയുക. അതാണ് ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വഴികൾ എല്ലാ ദിവസവും നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഞങ്ങളുടെ വഴിയിൽ തന്നെയാണോ? ഹാവ് ഐ എനി ടൈം ഡീവിയേറ്റഡ് ഫ്രം ദ പാത്ത് ദാറ്റ് യു ഹാവ് ഷോൺ മീ? കർത്താവ്, ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയോ? കർത്താവ് എന്നെ ആക്കിയ ആ ട്രാക്കിൽ കൂടെ തന്നെയാണോ ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ കൽപ്പന വിട്ടുമാറി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ പാത വിട്ടുമാറി വ്യതിചലിച്ച് ഞാൻ സഞ്ചരിക്കുവാൻ തുടങ്ങിയോ? 119-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന ദാവീദ് നടത്തുന്നുണ്ടല്ലോ. വ്യസനത്തിലുള്ള മാർഗം അതിനുമുമ്പ് പറയുന്നു, യഹോവയെ ശോധന ചെയ്യണമേ, എന്നെ പരീക്ഷിച്ചെന്റെ നിലവുകളെ അറിയണമേ. എന്തിനാ?
കർത്താവേ, ഞാൻ ശോധന ചെയ്തിട്ടും, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടും, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും ചിലതൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം പാപങ്ങളും രഹസ്യപാപങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും ആവശ്യമില്ലാത്ത ഭാരങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. സ്തോത്രം. ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മളെ ആലോചിച്ച് നോക്കിയാൽ എല്ലാം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ 3-ാം വാക്യം, 2 കൊരിന്ത്യർ 10:3, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. ആമേൻ. സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും മനസ്സിന്റെ ആഴത്തിൽ നിന്നും പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും ഞങ്ങൾ ഇടിച്ചു കളയുന്നു. ആമേൻ. ഇന്ന് രാത്രി ഗൗരവമായി എടുക്കേണ്ട കാര്യമായി ഇത്. സ്തോത്രം. മാത്രമാണോ? ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന, ഉയർന്നു വരുന്ന, പൊങ്ങി വരുന്ന ഏത് വിചാരത്തെയും, ഏത് ചിന്തകളെയും, ഏത് ഉയർച്ചകളെയും എൻ്റെ കർത്താവിനുള്ള അനുസരണത്തിനായി ഞാൻ പിടിച്ചടക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ അനുഭവം നമുക്കറിയാമല്ലോ. അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠനായ മനുഷ്യൻ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ താൻ പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് താൻ കടന്നുപോയി. അതിന്റെ ഉന്നതമായ അനുഭവങ്ങൾ തനിക്ക് ലഭിക്കുവാനിടയായി. ഒരുപാട് വെളിപ്പാടുകളും ദർശനങ്ങളും തനിക്ക് കിട്ടി. 3-ാം സ്വർഗത്തോളം തന്നെ എടുക്കപ്പെട്ടു എന്ന് താൻ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 12-ൽ. അങ്ങനെ ഉന്നതമായ അനുഭവത്തിലേക്ക് കടന്നുപോയപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത താൻ മനസ്സിലാക്കിയപ്പോൾ താൻ പറയുന്നു, ഞാൻ സകലവും ചപ്പും ചവറുമെന്നെണ്ണി. എവരിതിങ് ബിക്കെയിം റബീഷ് ഫോർ മീ. വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടാൻ പറ്റിയ സാധനങ്ങളാ എൻ്റെ നേട്ടങ്ങളും എൻ്റെ അച്ചീവ്മെന്റ്സും എനിക്കുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നത് സകലതും വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രം ഇടാൻ പറ്റിയതാണെന്ന് എപ്പോഴാ മനസ്സിലായെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത താൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീക ജീവിതത്തിൽ നമ്മുടെ വളർച്ച എത്രത്തോളമുണ്ട്? നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറയാറുള്ളത് പോലെയാണോ? വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നാളുകൾ എത്രയായി, വർഷങ്ങൾ എത്ര പുറകോട്ട് പോയി? ഈ കഴിഞ്ഞുപോയ വർഷങ്ങളൊക്കെ എന്ത് നമ്മൾ നേടി? കുറെ അധികം സമ്പാദിച്ചു കാണുമായിരിക്കും, നല്ല വീട് വെച്ച് കാണുമായിരിക്കാം, അല്ലെ വാഹനം വാങ്ങി കാണുമായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ ഉന്നതമായൊരു ഉയർന്ന സ്ഥാനക്കയറ്റം ഉണ്ടായി കാണും. സമൂഹത്തിൽ കുറച്ചുകൂടെ നിലയും വിലയും മാന്യതയും ഒക്കെ നാം നേടിയായിരിക്കാം. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യമാണ്, ചെയ്തോളൂ. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ താൻ എത്രമാത്രം മുമ്പോട്ട് പോയി, എത്രമാത്രം ഉന്നതമായ അനുഭവത്തിലെത്തിയെന്ന് ഇന്ന് രാത്രി ഒന്ന് വിശകലനം ചെയ്യുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ ഇടയാകട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആമേൻ. അനുസരണത്തിന്റെ പാതയിൽ, അനുസരണത്തിന്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, അനുസരണത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ ഏറ്റവും മുന്നിൽ എൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കണം. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർദ്ധനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനം അലക്ഷ്യമാക്കി ക്രൂശിന്റെ വലത്തുഭാഗത്തിരുന്നു എങ്ങനെ നിന്ന സഹിച്ചു, അപമാനം സഹിച്ചു, വേദന സഹിച്ചു, ചമ്മട്ടി കൊണ്ടുള്ള അടി സഹിച്ചു. ആമേൻ. സ്വർഗീയ മഹിമ വിട്ട് താഴേക്ക് വന്നു. മനുഷ്യനായി വിളങ്ങി തന്നെ താൻ ഒഴിച്ചു. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി നമ്മുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുന്നത് മറ്റാരുമല്ല പ്രിയരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗല് പറയുന്നു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം എന്താ? നീ എന്നോട് പറഞ്ഞ കാര്യമെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു.
ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ? പാർഷ്യൽ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസാണ്. ഭാഗികമായ അനുസരണം, അതനുസരണക്കേടാ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് ആവിചാര ദോഷം പോലെയും വിഗ്രഹാരാധന പോലെയുമാണ്. Disobedience is like witchcraft and idolatry. And the third point is obedience is better than sacrifice. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്. ദാവീദ് പറയുന്നുണ്ടല്ലോ 51 സങ്കീർത്തനത്തിൽ, ഹന്യയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല, എന്നാൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കുന്ന ദൈവമല്ല. ദൈവ ശമൂവേലിനോട് സംസാരിക്കുന്നു, പറയുന്നു, ശൗലിനെ രാജവാക്യത്തിൽ എനിക്ക് വളരെ സങ്കടമാകുന്നു. 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശമൂവേൽ പറയുന്നു, എന്റെ ചെവിയിലെത്തുന്ന ഈ ആടുകളുടെ കരച്ചിലും കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത്? ശൗലിന്റെ എക്സ്ക്യൂസ് കേട്ടോ. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് പ്രതിവിധികൾ അവർക്ക് പറയാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇന്നാൾ ഭാര്യ മുഖാന്തര, ഭർത്താവ് മുഖാന്തര, മക്കൾ ഇങ്ങനെയായിട്ടാ, ചർച്ചക്കാരിങ്ങനെയായിട്ടാ, അല്ലെ പാസ്റ്റർ ഇങ്ങനെയായിട്ടാ, അല്ലെ അയൽവക്കക്കാരുടെ കുഴപ്പം കൊണ്ട്, അല്ലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആ വ്യക്തിയുടെ മുഖാന്തരമാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, പറയേണ്ടി വന്നു, ദേഷ്യപ്പെടേണ്ടി വന്നു. ഒരുപാട് എക്സ്ക്യൂസസ്, ഒരുപാട് ഒഴിവുവഴികൾ നാം പറയാറുണ്ട്. എന്തിനാ? അനുസരണക്കേട് ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. നാം ചെയ്ത തെറ്റ്, നാം ചെയ്ത പാപം, അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, വേറൊന്നും നിവൃത്തിയില്ല, മറ്റൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു, അത് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിവഴികൾ പറയുന്നത്. എന്താ ഇവിടെ ശൗല് പറയുന്നത്? ഞാൻ അവയെ അമാലേക്കയുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചിരിക്കുക. ശേഷമുള്ള അഴുക്കിനെയും പുഴുക്കിനെയും എല്ലാം ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. ഹീനമായവയെ, അഴുക്കായിട്ടുള്ളവയെ, ആരോഗ്യമില്ലാത്തവയെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ എത്രയോ തവണ ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ ചിന്താഗതികളോടെ വളരെ നിരുത്തരവാദപരമായ കാര്യങ്ങളിൽ ഇടപെട്ട്, ദൈവത്തിന് അപമാനവും ദുഷ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് ദൈവനാമത്തെ ദൂഷിപ്പിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കാത്തിരിക്കുക, നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുക, ഞരക്കത്തോടെ കാത്തിരിക്കുക. ഈ ശരീരം എന്ന് നമ്മളെ വിട്ടുപോകുന്നുവോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് എന്ന് വരുന്നുവോ, അതുവരെ നമുക്കിത് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ശരീരം പാപമംഗലമായ ശരീരമാണ്. ആമേൻ. നമ്മുടെ ശരീരത്തിൻ്റെ നിർബലത, നമ്മുടെ ശരീരത്തിൻ്റെ ആ ബലഹീനത അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. ആരാ പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ മഹത്തായ, ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ്. സാക്ഷാൽ ദൈവം തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞത്, വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ സ്പിരിറ്റ്. അപ്പോൾ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു ശേഷമുള്ള ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു. ശമൂവേലിനോട് പറഞ്ഞു, നിൽക്ക്, യഹോവയെ കഴിഞ്ഞ രാത്രി എന്നോട് അരുളിച്ചത് ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞാലെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തല്ലോ. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ച് നീ ചെന്ന് അമാലേക്കരുടെ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പനയെ നിരസിച്ച് അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശമൂവേല്
എന്നിട്ട് ആഗാഗിനെ കൊണ്ടുവരാൻ പറഞ്ഞ് ആഗാഗിനെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കൊന്നുകളഞ്ഞു. സ്തോത്രം. ആമേൻ. ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്ന് ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോഴും ശൗല് പറയുന്നത്, ഞാൻ നല്ല കാര്യം, ഉദ്ദേശം നല്ലതാണ്, ഞാൻ ഇച്ചിരി കുഴപ്പം കാണിച്ചു, ശരിയാ, ഒരു ശകലം തെറ്റെനിക്ക്, ശകലം അബദ്ധം പറ്റിപ്പോയി, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ദൈവം മാനിക്കണമല്ലോ. അബദ്ധം പറ്റി ശരിയാണ്, പക്ഷേ എൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടെയല്ലേ ഞാൻ ചെയ്തത്, നല്ല ഉദ്ദേശത്തോടെയല്ലേ ഞാൻ ചെയ്തത്. എന്താ ഉദ്ദേശം? നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ. അപ്പോഴേ സമൂഹല് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ കോട്ട് ഈ വാക്യം പറഞ്ഞത്. ശമൂവേൽ പറഞ്ഞു 22 വാക്യത്തിൽ, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? കൽപ്പന അനുസരിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിലും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ഈ മനോഹരമായ ജീവിതം, ദൈവം തന്നിരിക്കുന്ന സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നു, ഒരുപാട് ജീവിത സൗകര്യങ്ങൾ ദൈവം നമുക്ക് തന്നു, അനുഭവങ്ങൾ തന്നു, നമ്മെ എത്രത്തോളം വളർത്തി, ആത്മീകമായിട്ടും ഒക്കെ ദൈവം നമ്മെ മുമ്പോട്ട് കൊണ്ടുവന്നു. നാം അഹങ്കരിക്കരുത്. നമ്മൾ പല രാജാക്കന്മാരെ കുറിച്ച് വചനത്തിൽ വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചു. 7 വർഷം കാളയെ പോലെ പുല്ല് തീറ്റിക്കുവാൻ കാട്ടിൽ അവനെ അലയുവാൻ മേയുവാൻ ദൈവം വിട്ടു. ഉസിയ രാജാവ് നിഗളിച്ചു. താൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു. ധൂപം കാട്ടുവാൻ 85 പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നടുവിൽ താൻ ധൂപം കാട്ടുവാൻ അകത്തേക്ക് കയറി ധൂപം കാട്ടുവാനിടയായി. ജീവപര്യന്തം കുഷ്ഠരോഗിയായി പാളയത്തിന് വെളിയിൽ മരിക്കുവാനിടയായി. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതങ്ങളെ, ഞാൻ കൂപ്പുകയോടെ ക്ഷമാപണത്തോടെ വളരെയധികം അപേക്ഷയായിട്ട് നിങ്ങളോട് പറയുക, അനുസരണക്കേട് കാട്ടരുതേ. ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കണമേ. ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ, നാം ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിട്ട് കൂടെ പാർക്കുന്ന ദൈവം. കാരണം എന്താ? അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിവില്ലല്ലോ. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തോട് ചേർന്ന് നടക്കാം. അനുസരണം എന്ന ഈ സബ്ജക്റ്റിലൂടെ അനുസരണക്കേട് എന്താ നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്നും അനുസരിച്ചാൽ നാം എവിടെ പോകും ദൈവം നമ്മെ പഠിപ്പിക്കുവാനിടയായല്ലോ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങളിലേക്ക്.